അങ്ങോട്ടൊക്കെ വലിയ വികാരമുണ്ട് എന്ന്. പക്ഷെ അവിടെ IC ജനകീയം തന്നെയാണ് ബത്തേരി. അദ്ദേഹത്തിനോട് താല്പര്യമുണ്ട്, ജനങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് 4339 പ്രകടമാക്കുന്നത്. UDF 88ലേക്ക് ചുരുങ്ങിയിരിക്കും. LDF 48ആയി. NDA 5-ൽ നിന്ന് 4 ചുരുങ്ങി. വൈക്കത്ത് P പ്രദീപ് മുന്നിൽ വന്നു, 801. വൈക്കത്ത് പ്രദീപാണ് കേട്ടോ. അതെ, UDFനെ ചുരുക്കിയത് വൈക്കത്തെ പ്രദീപാണ് എന്നുള്ളത്. മന്ത്രിമാർക്കൊക്കെ എന്ത് പറ്റി? കേരള കോൺഗ്രസ് എമ്മിന്റെ ആളാണ്. അതെ, അതാണ് മനസ്സിലായത്. കേരള കോൺഗ്രസിന്റെ ചെയർമാനും മന്ത്രിയും ഒക്കെ. മാത്രമല്ല കേരള കോൺഗ്രസ് ചെറുതായി ഒന്ന് മറുകണ്ഠം ചാടാൻ തടഞ്ഞത് P രാജീവ് പിന്നിൽ. അതെ, തരൂരിൽ PP സുമോദ് മുന്നിൽ. അത് പിന്നെ തരൂര് LDFന് ഉറച്ച കോട്ടയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ, അത് ഉണ്ണിയാടന്റെ സ്വന്തം സ്ഥലം. കാട്ടാക്കട MR ബൈജു മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു കാര്യമുണ്ട്. പുതുമുഖമാണ് അവിടെ. കാട്ടാക്കടയിൽ വലിയ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെ സജീവമായിരുന്നു. അത് മാത്രമല്ല IB സതീഷിന്റെ സ്വന്തം കോട്ട എന്നാണ് കാട്ടാക്കടയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. IB സതീഷിനെ ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ആ സീറ്റ് IB സതീഷിന്. അതെ, ഈ MR ബൈജു ജയിക്കുമ്പോൾ നമ്മുടെ നടി പ്രിയങ്കക്ക് അഭിമാനിക്കുന്നത്. അതെ, പ്രിയങ്ക അവിടെ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. UDF 88, LDF 48, NDA 4. ആറന്മുളയിൽ അബിൻ വർക്കി 7479. ഹർഷിനയ്ക്കൊക്കെ ഇപ്പൊ വലിയ സന്തോഷം കാണുന്നുണ്ടോ? വലിയ മാറ്റം. അതെ, ഈ ലീഡ് വലിയ മാറ്റം, വലിയ ലീഡാണ്. ഗുരുവായൂരിൽ NK അക്ബർ 653 വോട്ടിന്. അതായത് നമ്മുടെ ഈ ഗോപാലകൃഷ്ണനൊക്കെ ഒരുപാട് വിഷയം ഉണ്ടാക്കിയതാണ്. പുള്ളി വെച്ച M ലിജുവിന്റെ ലീഡ് 1327. അതെ, മന്ത്രിമാർ ഒരുമിച്ച് പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കൂട്ടത്തോടെ ബാക്കി ആളുകൾ. മന്ത്രി GRN 1351 വോട്ടുകൾക്കാണ് നെടുമ്പം കാണുന്നത്. അതെ, അതിൽ കോഴിക്കോട് NDA ലീഡ് ഉയർത്തുന്നു. 2285 ഒരിക്കൽ പോലും NDA പ്രതീക്ഷിച്ചല്ല. കോഴിക്കോട് സൗത്ത് UDFന്റെ സ്വന്തം മണ്ഡലം. തീർച്ചയായിട്ടും അവിടെ ലീഡ് റെനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം പ്രഭാവമാണ്. കാരണം റെനീഷ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ അട്ടിമറി വിജയം നേടിയ പാരമ്പര്യമുള്ള ഒരാളാണ്. റെനീഷ് എന്ന് പറയുന്ന വ്യക്തി യുവമോർച്ചയിലൂടെ വന്ന് ഇപ്പൊ BJPയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഇനിയിപ്പോ റെനീഷിന് നേതൃത്വത്തോട് കുറച്ച് ബാർഗെയിൻ ചെയ്യാം. ഒരു കാര്യം കൂടി, നെയ്യാറ്റിൻകരയിൽ അൻസലാൻ അവിടുത്തെ നേരത്തെ ഉണ്ടായ സിറ്റിംഗ് MLA 1800 ചില്ലാൻ വോട്ടിന് മുന്നിലാണ്. അവിടെ N ശക്തൻ പഴയ സ്പീക്കർ മത്സര സ്ഥലമാണ്. തോട്ടത്തിൽ രവീന്ദ്രൻ. അതെ, തോട്ടത്തിൽ രവീന്ദ്രൻ പക്ഷേ കേവലം 330 വോട്ടിന് മാത്രമാണ് മുന്നിൽ. കോഴിക്കോട് നോർത്ത് പോലൊരു മണ്ഡലത്തിൽ ഈ ഘട്ടത്തിൽ 330 വോട്ട് മാത്രമല്ല വേണ്ടത്. അവിടെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പിടിക്കുന്ന വോട്ടുകളാണ് വിജയം നിർണ്ണയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ T റനീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പയ്യന്നൂർ മണ്ഡലത്തിൽ TI മധുസൂദന 7000-ഓളം വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ കുഞ്ഞികൃഷ്ണന്റെ ആ ഒരു ഫാക്ടർ ഒന്നും കാര്യമായി വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്ക് 3-ാം സ്ഥാനത്തായിരുന്നു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മധുസൂദൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല, അത് ഉറപ്പാണ്. അത് ഒരുപക്ഷെ ഈ ട്രെൻഡിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലോ. അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പ്രതീക്ഷിച്ച കോട്ടകളെല്ലാം തന്നെ കടപുഴുകി വീണിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിനി നോക്കുമ്പോഴേക്കും UDFന്റെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ മുന്നിലെത്തി. തീർച്ചയായിട്ടും ചില സീറ്റുകൾ അവർ പിടിച്ചെടുത്തിരിക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഏറ്റവും വലിയ മാറ്റം. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ വീണ്ടും പിന്നിൽ. അതെ, പിണറായി വിജയന്റെ കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ 2 റൗണ്ടുകളിൽ പിന്നിൽ നിൽക്കുകയാണ്. ധർമ്മടത്തി എന്ന് പറയുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 2,00,000-ലേറെ വോട്ടിന് ജ്യോതികുമാർ ചാമക്കാല 2597 വോട്ടുകൾക്ക് മുന്നിൽ. ജ്യോതികുമാർ ചാമക്കാല മഞ്ചേരിയിലെ 5266 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. UDF പക്ഷേ 88ആയി ചുരുങ്ങി എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അല്ല, അതൊരു ശരിയായ കാര്യമാണ്. 87ആയി. സ്വാഭാവികമാണ്. ആ ചാഞ്ചാട്ടം ഇങ്ങനെ ഒരു 10 സീറ്റുകളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ മാത്രമേ. അതിപ്പോ 1-2 റൗണ്ടുകൾ മാത്രം പൂർത്തിയായിട്ടുള്ളൂ. ഇനി വരുന്നുണ്ട്. LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഏതാണ്ട് 6865 UDF. സജി ചെറിയാനല്ല, റെജി ചെറിയാൻ UDFന്റെ സ്ഥാനാർത്ഥി. അവിടെ UDFനെ സംബന്ധിച്ച് വിമതശല്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അവസാന നിമിഷമാണ് പത്രികയൊക്കെ അംഗീകരിക്കപ്പെട്ടത്. 2382 വോട്ടിന് തൃക്കരിപ്പൂരിൽ മുന്നിലാണ്. മനസ്സിലാക്കുക, കോന്നി മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലം, സ്വന്തം മണ്ഡലം. അവിടത്തേക്ക് അടൂർ പ്രകാശ് മത്സരിക്കാൻ ആഗ്രഹിച്ച മണ്ഡലം. പക്ഷെ അദ്ദേഹം അവിടെ നിർത്തിയത് DCC പ്രസിഡന്റാണ് സതീഷ് കൊച്ചുപറമ്പ്. 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. സമയത്ത് വോട്ടെണ്ണൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രേക്ഷകരുടെ പൊതുവായ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഭരണമാറ്റമാണ്. 3 സംസ്ഥാനങ്ങളിലും ഭരണമാറ്റം എന്നുള്ള സൂചനയാണ്. അതിൽ ഒരു സംശയമില്ലാതെ പറയാം, കേരളത്തിൽ ഭരണമാറ്റം. UDF ഭരിക്കുമെന്നതിലേക്ക് ലീഡ് നില കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. ബംഗാളിൽ BJP ഭരിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയല്ല, അതൊരു റിയാലിറ്റി ആയിട്ട് തന്നെ മാറുന്നു. തമിഴ്നാട്ടിൽ വിജയ് TVK ഭരിക്കാൻ പോകുന്നു. അങ്ങനെ
ഭരണമാറ്റം 3 സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ, ബംഗാളിൽ, തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കോഴിക്കോട് സൗത്തിൽ UDF തിരിച്ചു വന്നിരിക്കുന്നു. NDA പിന്നിൽ പോയിരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു 3452 വോട്ടിന് മുന്നിൽ. അതായത് NDAയുടെ ഒരു ലീഡ് കൂടി കുറഞ്ഞിരിക്കുന്നു. NDA 3ലേക്ക് ചുരുങ്ങുന്നു എന്ന ഒരു ആഹ്ലാദകരമായ വാർത്ത UDFന്റെയും LDFന്റെയും പ്രവർത്തകരെ സംബന്ധിച്ചുണ്ട്. ബേപ്പൂരിൽ ലീഡ് വോട്ടെണ്ണി വരുമ്പോൾ ബേപ്പൂരിൽ റിയാസിന്റെ ലീഡ് കുറയുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇതിനിടയിൽ ബെനേറ്റ് സൂചിപ്പിച്ചതിന്റെ തുടർച്ച എന്ന നിലയിൽ പറയുകയാണ്, വിജയുടെ TVK അവിടെ 100 സീറ്റുകൾ കടന്നു. ബംഗാളിൽ 150 സീറ്റുകളിലാണ് BJP ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 92 ഇടത്തേക്ക് അവിടെ താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ മാറ്റമാണ്, വലിയ അട്ടിമറിയാണ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളത്. അസമിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏകപക്ഷീയമായ മുന്നേറ്റം അവിടെ ഉണ്ട്. കോൺഗ്രസ് അവിടെ അടിപതറി പോയിരിക്കുന്നു. 10 പോലും കടക്കാൻ കോൺഗ്രസിന് അസമിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 4178 വോട്ടുകൾ. 4078 വോട്ടുകൾക്ക്. മോൻസ് ജോസഫ് 5000-ഓളം വോട്ടുകൾക്ക്. പ്രമോദ് നാരായണന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. 512 വോട്ടുകളിലേക്ക്. എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണൻ ലീഡ് വർദ്ധിപ്പിക്കുന്നു. 1755. ചേർത്തലയിൽ KR രാജേന്ദ്ര പ്രസാദ്. പക്ഷേ ഷൊർണൂരിൽ അപ്പോഴും മമ്മിക്കുട്ടി തന്നെയാണ് കേട്ടോ, സിറ്റിംഗ് MLA തന്നെയാണ് മുന്നിൽ. 2523 VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് ലീഡ് ഉയർത്തുകയാണ്. മാറ്റം വരുന്നില്ല. രണ്ട് റൗണ്ടുകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലീഡ് വന്നതിന് ശേഷം 2 റൗണ്ടുകൾ പൂർത്തിയാക്കി. അപ്പോൾ ആ ലീഡ് നിലനിർത്തി പോവുകയാണ് LDF. ഒരു കനത്ത തിരിച്ചടി. മൂന്നാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ. 3 റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിൽ എന്നുള്ള വാർത്ത വരുന്നു. ക്യാപ്റ്റന്മാര് പുറത്തു പോകും. സതീശൻ തിരിച്ചു വന്നല്ലോ. സൈസും തിരിച്ചു വന്നു. പേരാവൂര് നോക്കണം. അനുപാലനി 2824 വലിയ കയറ്റമാണത്. 2800 മുകളിലേക്കൊക്കെ തിരുവല്ലയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട്. ആലപ്പുഴയിൽ ഇതാ UDF AD തോമസ് അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. ആലപ്പുഴയിൽ നേരത്തെ 2000-ലധികം വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ചിത്രരഞ്ജനായിരുന്നു. 2777 വോട്ടുകളായി അവിടെ ലീഡ് കുറഞ്ഞു. വട്ടിയൂർക്കാവിൽ നമ്മുടെ മുൻ DGP BJP-ക്കാർ പോലും പരിഗണിച്ചില്ലേ എന്നുള്ളത് ഉറപ്പല്ലേ അത്? തീർച്ചയായിട്ടും ഇപ്പോഴും ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ലീഡിൽ ചെറിയ ഒരു കുറവ് അബ്ദുൾ റഷീദിന് വന്നതൊഴിച്ചാൽ 3ാം റൗണ്ടിലും ഇപ്പോൾ പിന്നിലാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. VD സതീശൻ പിന്നിലായിരുന്നുവെങ്കിലും തിരികെ കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പാലക്കാട്, നേമം എന്നീ മണ്ഡലങ്ങളിൽ NDA അവർ ലീഡ് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയിലുമാണ് ഇപ്പോൾ അവർക്ക് നേമത്ത് ഇതുവരെയും ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. ആ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിലും മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ കോഴിക്കോട് സൗത്തിലും ഇപ്പോഴാണ് ഒരു അപ്ഡേഷൻ. ഈ ഒരു യാത്ര കണ്ടിട്ട് NDA വീണ്ടും വരുമോ? അങ്ങനെ ഒരു ചോദ്യം വരുന്നു. തീർച്ചയായിട്ടും ഒരുപക്ഷെ അത് മാറാനുള്ള സാധ്യത. ഈ ആദ്യ റൗണ്ടുകളിലേക്കുള്ള മുന്നേറ്റം നേമത്തൊക്കെ കഴിഞ്ഞ തവണയും അത്തരത്തിൽ മുന്നേറിയിട്ടാണ്. അവിടെ 4000-5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പോയിട്ട് നേമത്ത് പോയിട്ട് താഴേക്ക് തിരിച്ചറങ്ങി. ഈ ധർമ്മടത്ത് അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം 2077 കുറയുന്നു. പക്ഷേ 3 റൗണ്ടിൽ പിണറായി വിജയൻ പിന്നിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ധർമ്മടത്ത് നിന്ന് മുഖ്യമന്ത്രിയാണ് 3 റൗണ്ടിൽ പിന്നിൽ പോവുക എന്നൊരു. ധർമ്മടം പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യ 2 റൗണ്ടിലും പിണറായി മുന്നിൽ അങ്ങനെയാണ് അരലക്ഷം രീതിയിലേക്ക് പോയത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16000 വോട്ടായി ആ ഭൂരിപക്ഷം ചുരുങ്ങിയിരുന്നു. ധർമ്മടത്തെ സംബന്ധിച്ചിട്ട് 3ാം റൗണ്ടിൽ ഇങ്ങനെ പിണറായി വിജയന് വലിയ തകർച്ചയുണ്ടാകുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് CPM-ന്റെ വോട്ടുകൾ അവിടെ ചോർന്നിട്ടുണ്ട് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ട് വരികയാണ്. എന്ന് മാത്രമല്ല 2077 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 3200 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു പിണറായി വിജയൻ. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുന്നിൽ എന്നുള്ള വാർത്ത വരുന്നു. തളിപ്പറമ്പിൽ UDF-ന് ലീഡ്. TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPIM പുറത്താക്കിയ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം 974 വോട്ടിന്. തളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? അട്ടിമറി സാധ്യതയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. MS എടുത്തു പറയേണ്ടത് TK ഗോവിന്ദൻ, UDF-കാർ പോലും PK ശ്യാമള ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും TK ഗോവിന്ദൻ ഇന്നലെ കൂടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു താൻ തിരിച്ചെത്തും എന്നുള്ളത്, അട്ടിമറി ജയം നേടുമെന്നുള്ളത്. TK ഗോവിന്ദൻ മുന്നിൽ എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പിണറായി വിജയൻ പിന്നിൽ എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ചെമ്പിലോട്, അഞ്ചരക്കണ്ടി തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇപ്പോൾ വോട്ട് എണ്ണിയിട്ടുള്ളത്. ചെമ്പിലോട് ഭാഗത്തെ വോട്ട് എണ്ണി കഴിഞ്ഞിരിക്കുന്നു. അഞ്ചരക്കണ്ടിയിലേക്ക് വോട്ടെണ്ണൽ കടന്നിരിക്കുന്നു. ഈ 2 ഇടങ്ങളും CPM ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അപ്പോഴും പേരാവൂരിൽ 453 വോട്ടുകൾക്ക് KK ശൈലജ ടീച്ചർ മുന്നിലാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പേരാവൂരിൽ സംഭവിക്കുക? എന്താണ് ഇവിടെ നടക്കുന്നത് ആന്റണി?
ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലടക്കമാണ് ഇപ്പോൾ പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച LDFന്റെ CPMന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ധർമ്മടം ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ഗ്രാമമാണ്, കണ്ണൂർ പാർട്ടിയുടെ കോട്ടയാണ്. ആ ഇടത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ച ഒരാൾ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. LDFനെ CPMനെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെ. ഒരുപക്ഷെ അബ്ദുൾ റഷീദ് അവിടെ ജയിച്ചില്ലെങ്കിൽ പോലും എന്ത് സംഭവിച്ചു എന്നുള്ളതിന് അവിടെ അതിനൊരു ഉത്തരം ഉണ്ടായേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. KK ശൈലജ പേരാവൂരിൽ ലീഡ് ഉയർത്തുന്നുണ്ട്. 423 വോട്ടുകൾക്ക് KK ശൈലജ പേരാവൂരിൽ ലീഡ് തുടരുന്നു. അവിടെ സണ്ണി ജോസഫിന് അടിപതറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. KPCC ആസ്ഥാനത്ത് വലിയ ആഘോഷം നടക്കുമ്പോൾ അവിടെ ഈ KC അധ്യക്ഷൻ പിന്നിലാണ്. KC വേണുഗോപാലിന്റെ വലിയ കട്ടൗട്ടുകളുമായി വലിയ അവിടെ ആഘോഷ പ്രകടനം നടത്തുന്ന ഒരു വിഭാഗത്തെയും കാണാൻ കഴിയുന്നു എന്നുള്ളത് ഇത്തവണ ഇതിന്റെ ഒപ്പം കൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അതിൽ പറവൂരിൽ VD സതീശൻ നില മെച്ചപ്പെടുത്തുകയും ലീഡിലേക്ക് തിരികെ വരികയും ചെയ്തിരിക്കുന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യം UDFനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ UDFലെ മിക്കവാറും എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും കിതച്ചുകൊണ്ടിരിക്കുന്നത് K മുരളീധരനാണ്. തീർച്ചയായും, അതായത് മുതിർന്ന നേതാക്കളിൽ 2 പേർ UDFനെ സംബന്ധിച്ച് പിന്നിൽ നിൽക്കുന്നു, സണ്ണി ജോസഫും K മുരളീധരനും എന്ന് പറയുന്നത്. അതിനിടെ തളിപ്പറമ്പിൽ വലിയ വിസ്മയം സംഭവിക്കുന്ന ഒരു സൂചന നൽകുന്നു. TK ഗോവിന്ദൻ 974 വോട്ടിന് മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. PK ശ്യാമള ടീച്ചർ 974 വോട്ടിന് പിന്നിൽ നിൽക്കുന്നു. LDF 49, UDF 88, NDA 3 എന്ന രീതിയിലേക്ക് സുധാകരൻ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. 10,000 വോട്ടുകൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ. ഇതാ 10,000 വോട്ടുകളുടെ ലീഡ് സുധാകരന്. CPMനോട് പിണങ്ങി സ്വതന്ത്രൻ UDFന്റെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച സുധാകരൻ ഇതാ 10,000 വോട്ട് എന്ന ലീഡ് നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ CPIMന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അമ്പലപ്പുഴയിൽ പാൽപ്പായസം കുടിക്കുന്നത് സുധാകരനായിരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത്രയധികം വിസ്മയകരമായിട്ടുള്ള ഒരു നേട്ടമാണ് സുധാകരനെ സംബന്ധിച്ചിട്ടുള്ളത്. ഇതാ അതിനിടെ ബാലുശ്ശേരി വീണ്ടും VT സുരേഷ് തുടക്കം മുതൽ പിന്നോട്ട് പോയിട്ടില്ല. ബാലുശ്ശേരി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്നത്. ശശീന്ദ്രൻ ഇതാ 1755 വോട്ടുകൾക്ക് പിന്നിൽ എന്നുള്ളതാണ്. AK ശശീന്ദ്രൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി അത് LDFന്റെ ഒരു കോട്ടയാണ്. ആ കോട്ട പൊളിയില്ല എന്ന് കരുതിയെടുത്ത് ഇപ്പോൾ AK ശശീന്ദ്രനും പിന്നിലാണ് എന്നുള്ളതാണ്. മന്ത്രിമാരെല്ലാം പിന്നിൽ നിൽക്കുമ്പോൾ കണ്ണൂരിലെ CPIMനുള്ളിൽ കനത്ത പ്രശ്നങ്ങൾക്ക് ഈ പൊട്ടിത്തെറിക്കൊക്കെ വഴിവെച്ച CPIMന്റെ തീരുമാനം PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റിയോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നു. 974 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു അവിടെ TK ഗോവിന്ദൻ മാസ്റ്റർ. രമേശ് പിഷാരടി 4955 വോട്ട്. പാലക്കാട് രമേശ് പിഷാരടി. പാലക്കാട് ഇതാ NDAയുടെ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാ കോൺഗ്രസ് അവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. UDF എത്തിയിരിക്കുന്നു. 4000-ഓളം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. NDA 3ലേക്ക് ചുരുങ്ങുന്നു. ശോഭാ സുരേന്ദ്രനെ മറികടന്നുകൊണ്ട് രമേശ് പിഷാരടിയുടെ ഒരു മാസ്മരികമായ എൻട്രി സിനിമകളിൽ കാണുന്നത് പോലെ രമേശ് പിഷാരടി ഇതാ കൃത്യസമയത്ത് തിരിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് പാലക്കാട് കാണാൻ കഴിയുന്നു. 4000-ലധികം വോട്ടിന്റെ ലീഡ് നേടിക്കൊണ്ട് രമേശ് പിഷാരടി. ഗുരുവായൂരിൽ NK അക്ബർ 398 വോട്ടിന് തന്നെ മുന്നിൽ നിൽക്കുകയാണ്. ഒല്ലൂരിൽ K രാജൻ 5030 വോട്ടിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നു. UDF 89ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. LDF 48ആയി ഉയർത്തുമ്പോഴും ക്യാപ്റ്റൻ പിന്നിലാണ്. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് 2077 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് LDFന് വലിയൊരു ആശ്വാസമുള്ളത്. മന്ത്രിമാരുടെ കാര്യത്തിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ 737 വോട്ടിന് മുന്നിൽ എന്നുള്ളത്. പാലക്കാട് വീണ്ടും, അതായത് ഇതൊരു സിനിമയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സീനുകൾ പോലെ മാറി മറയുകയാണ് പാലക്കാട് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ വാമനപുരം മണ്ഡലത്തിൽ അത് LDFന്റെ കയ്യിലിരുന്ന മണ്ഡലമാണ്. അവിടെ 1153 വോട്ടുകൾക്ക് UDF മുന്നിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ആകെ വോട്ടുകൾ ഇപ്പോൾ അവിടെ 1153 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിറയൻകീഴിൽ LDF ആണ് ലീഡ്. 3-ാം റൗണ്ട് എണ്ണിത്തീരുമ്പോഴാണ് ഈ കണക്ക് വരുന്നത്. 949 വോട്ടുകൾക്ക് ചിറയൻകീഴ് മണ്ഡലത്തിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ലീഡ് 37 വോട്ടായി ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നു എന്ന് പ്രസാദ് പറയുന്നു. തിരുവല്ലയിൽ ഇപ്പോൾ ലീഡ് 37 വോട്ട്.
വോട്ടായി അനൂപ് ആന്റണിക്ക്. അടൂരിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിന് 776 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മൂന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മണലൂരിൽ TN പ്രതാപൻ വീണ്ടും പിന്നിലാണ്. അവിടെ C രവീന്ദ്രനാഥ് 371 ലീഡ് ഉയർത്തി ഇരിക്കുന്നു എന്നുള്ളതാണ്. ദേവികുളം മൂന്നാം റൗണ്ട് പൂർത്തിയായി. അവിടെ UDFന് 368 വോട്ടിന്റെ ലീഡാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ C രവീന്ദ്രനാഥ് മണലൂരിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്നു. 373 വോട്ടുകൾക്ക് മുൻ വിദ്യാഭ്യാസ മന്ത്രി അവിടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. VD സതീശൻ തിരിച്ചു വന്നിരിക്കുന്നു. പയ്യന്നൂരിൽ TA മധുസൂദനന്റെ ലീഡ് 5000 കുറയുന്നു. 20,000-അടുത്തുണ്ടായിരുന്ന ലീഡ് നില ഏകദേശം 5000-ലേക്ക് വരുന്നു എന്നുള്ളതാണ്. കുറയുന്നു. 5074 TA മധുസൂദനന്റെ ലീഡ് നില കുറയുന്നു. മഞ്ഞളാംകുഴിയാലി മങ്കട മണ്ഡലത്തിൽ 12,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ലീഡ് ഉയർത്തുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ 12,000-ന് മുകളിലേക്ക് ഒരു ലീഡ് നില ഉയരുന്നത്. മങ്കടയിൽ ലീഡ് നില ഉയർത്തുന്നു. അനൂപ് ആന്റണിയുടെ വോട്ട് കുറയുന്നു. 37 ലീഡ് കുറയുകയാണ്. അനൂപ് ആന്റണിയുടെ ലീഡ് നില കുറയുന്നു. ഒപ്പം തന്നെ പട്ടാമ്പിയിൽ TP ഷാജി UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് നില കുറയുന്നു. അപ്പോഴും തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. കായംകുളത്തെ M ലിജു മുന്നിട്ട് നിൽക്കുന്നു. വയനാട് ഇനി റിസൾട്ട് നമ്മൾ നോക്കേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനകത്ത് OR കേളുവിനെ അട്ടിമറിക്കുമോ ഉഷാ വിജയൻ എന്ന തോന്നൽ ഉളവാക്കുകയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു പ്രശ്നം NDAയ്ക്കും ഉണ്ടായിരുന്നു, CPM-നെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. അവസാന നിമിഷമാണ് തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വൈകാരികമായ പ്രശ്നമാണ്. അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥി അവിടെ ഈ കോൺഗ്രസിന് ആ സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ CMPക്ക് ആ സീറ്റ് കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് തന്നെ തീരുമാനിക്കുന്നു. CP ജോണിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതായിരുന്നു മന്ത്രിയാക്കാൻ തന്നെയാണ് ആ ഒരു നീക്കം തന്നെ നടത്തി. അങ്ങനെ തന്നെ പറഞ്ഞു തന്നെയാണ് ആ സീറ്റ് CP ജോണിന് ആ തീരുമാനം ശരിയാണ്. അതാണ് അതിന്റെ കൃത്യം. തുടക്കം മുതൽ ലീഡിലാണ്. അതെ. അനൂപ് ആന്റണി തിരിച്ചു വന്നു. അനൂപ് ആന്റണി 3874 വോട്ടായി ലീഡ് ഉയർത്തി. അനൂപ് ആന്റണി വീണ്ടും തിരുവല്ലയിൽ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കേവലം 31 എന്ന നിലയിലേക്ക് ലീഡ് നില കുറഞ്ഞതിന് ശേഷം അനൂപ് ആന്റണി തിരിച്ചു വരികയാണ്. തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ. മാത്യു ടി തോമസ് കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് തിരുവല്ലയിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരു LDF സ്ഥാനാർത്ഥി. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും അനുകൂലമായി നിന്നിരുന്നത് കോൺഗ്രസ് നിന്നുള്ള വോട്ടുകളാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാമുദായികപരമായ പിന്തുണ, അതായത് 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഒരു മണ്ഡലം തിരുവല്ല എന്ന നിലയ്ക്ക് സാമുദായികമായ ഹിന്ദുക്കളുടെ ഒരു പിന്തുണ അനൂപ് ആന്റണിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലീഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കായംകുളത്ത് UDFന്റെ വിജയാഘോഷം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കായംകുളത്ത് UDFന്റെ വിജയാഘോഷം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ലീഡ് നില മാറി മറിയുന്ന ഒരു ഘട്ടമാണെങ്കിൽ കൂടി മട്ടന്നൂരിൽ 554 വോട്ടായി VK സനോജിന്റെ ലീഡ് നില കുറയുന്നു. 554 വോട്ട് മാത്രമാണ് ലീഡ് നില. മട്ടന്നൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60,000-ലധികം വോട്ടിന് KK ശൈലജ ടീച്ചർ വിജയിച്ച ഒരു മണ്ഡലമാണ്. അവിടെ ഈ ഘട്ടത്തിൽ കേവലം 554 വോട്ടിനും മാത്രമാണ് VK സനോജിനെ പോലുള്ള ഒരു യുവ സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം 14 മന്ത്രിമാർ പിന്നിലാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി അടക്കം ഇതാ G. സ്റ്റീഫൻ അവിടെ അരുവിക്കരയിൽ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. 218 വോട്ടുകളുടെ ലീഡ്. അവിടെ ശക്തമായ മത്സരമാണ് തിരിച്ചും പറഞ്ഞും വരുന്നുണ്ട്. പക്ഷേ ചേർത്തലയിൽ നമ്മൾ മനസ്സിലാക്കുക, P. പ്രസാദ് മന്ത്രി വലിയ തരത്തിൽ വലിയ പ്രവർത്തനം നടത്തിയ മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പോലും അദ്ദേഹം പിന്നിൽ പോയി. അതാണ് അതിന്റെ പ്രത്യേകത. ലീഡ് നില വളരെ കുറച്ച് ലീഡ് നില മാത്രമാണ്. 1200 ചില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ധർമ്മടത്ത് വീണ്ടും ആ നില നിൽക്കുകയാണ്. 2077 ഇരിക്കൂറിൽ ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട്. 8121 എന്ന നിലയിലാണ്. കോൺഗ്രസിന്റെ സ്വന്തം സ്ഥലമാണ്. പക്ഷേ പേരാവൂരിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ RSPയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മണ്ഡലമാണ്. അതെ, സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ്. തീർച്ചയായും വിഷ്ണുമോഹനെ നിർത്തിയത് അവിടെ വിഷ്ണുമോഹൻ ലീഡ് ചെയ്യുന്നു 1200-ഓളം വോട്ടുകൾക്ക്. M. നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യമായി വിജയിച്ച ആൾ. കഴിഞ്ഞ പ്രാവശ്യം 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജയിച്ച ആളാണ്. CPIM-ന്റെ ഒരിക്കൽ പോലും പരാജയപ്പെടത്തില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. അവിടെയാണ് ലീഡ് നിലയിൽ UDF മുന്നിലേക്ക് പോയത്. വലിയ നേട്ടമാണ് UDFന്, വലിയ കയറ്റമാണ്. തീർച്ചയായിട്ടും ഇതാ TA മധുസൂദന 6000-ൽ നിന്നെടുത്ത് 5740-ലേക്ക് തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കുക, പയ്യന്നൂരിലെ ലീഡ് നില കുറഞ്ഞു വരികയാണ്. പക്ഷേ വിജയോ പരാജയമല്ല. പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന CPM വോട്ടുകളുടെ വിള്ളൽ. ഈ കുഞ്ഞികൃഷ്ണൻ എഫക്ട്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ 3682 വോട്ടുകൾക്ക് ഫാത്തിമ തഹ്ലിയ TP രാമകൃഷ്ണനെതിരെ ലീഡ് ഉയർത്തുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. ക്യാപ്റ്റന്മാർക്ക് കാലിടറിയോ? അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്യാപ്ഷൻ.
ആ ഒരു ചോദ്യമല്ലേ അത്? കേട്ടു. ടി പി രാമകൃഷ്ണൻ സംഭവിച്ചു. കാരണം ഈ വിജയിക്കുമെന്ന് പറയുന്ന ഉറപ്പായി 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന LDF സ്ഥാനാർത്ഥിയാണ് ടി പി. നാദാപുരത്ത് ഇപ്പോഴും ലീഡ് നിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ആദ്യത്തെ റൗണ്ടിൽ 1383 പക്ഷേ UDF പ്രവർത്തകർ ഈ ഘട്ടത്തിൽ പറയുന്നത് ഈ LDF സ്ഥാനാർത്ഥികൾക്ക് 2000-ഓളം വോട്ട് ലീഡ് കിട്ടുന്ന ഇതാണ് ഒന്നാം റൗണ്ട് എന്നുള്ളതാണ്. അവിടെ 1500-ൽ താഴെയാണ് LDF സ്ഥാനാർത്ഥിയുടെ ലീഡെങ്കിൽ നാദാപുരത്ത് UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കും. രാജന്റെ ലീഡ് 11,000-ന് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. തലശ്ശേരി തള്ളിപ്പറയേണ്ട കാര്യമില്ല. തലശ്ശേരിയെ കൃത്യമായി പറയാം, തലശ്ശേരി ഇടത് മുന്നണിയുടെ കോട്ടയാണ്. തലശ്ശേരി ഇടതുപക്ഷത്തിന്റെ തല തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാരായ രാജൻ തന്നെയാണ് മുന്നിൽ. തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ പിന്നിൽ നിൽക്കുകയാണ്. TK ഗോവിന്ദൻ മാസ്റ്റർ മുന്നിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കണ്ണൂരിൽ മുൻ മേയർ TO മോഹനൻ മുന്നിൽ നിൽക്കുകയാണ്. എറണാകുളത്ത് TJ വിനോദ് 12,000-ഓളം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. കാരണം കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി വലിയ തരത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചൊരു മണ്ഡലമാണ്. അവിടെയാണ് ജനീഷിന്റെ ഒരു അതെ, കുന്നത്തനാട് 11,580 വോട്ടിന് VP സജീന്ദ്രൻ മുന്നിൽ എന്നുള്ള വലിയ വാർത്ത വരുന്നു. ആറ്റിങ്ങലിൽ എപ്പോഴും ഈ ഇടതുപക്ഷത്തിന്റെ മാനം കാത്തുകൊണ്ട് OS അംബിക. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ ഭൂരിപക്ഷം ഇടിയുന്നു, 31 കുറയുന്നു. തൃത്താലയിൽ VT ബലറാം 1091 വരുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6834 മാറിയത് 737 ചുരുങ്ങിയിട്ടുണ്ട്. നേരത്തെ 6834 അത് 737 ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അനൂപ് ആന്റണിയുടെ ഭൂരിപക്ഷം കുറയുന്നു എന്ന് പറയുമ്പോൾ ഈ വോട്ടെണ്ണൽ ആരംഭിച്ച ഈ നിമിഷം വരെയും NDA എന്നുള്ളത് 5 എന്നായിരുന്നു, പിന്നീട് 4 ചുരുങ്ങി, പിന്നീട് 3 ഈ 3 എന്ന് പറയുന്നത് അനൂപ് ആന്റണിയുടെ ഇതിലെ കുറഞ്ഞാൽ വീണ്ടും അത് കുറഞ്ഞാൽ 2 എന്ന അക്കത്തിലേക്ക് വരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുന്നുണ്ട്. 1207 വോട്ട് എന്ന നിലയിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. മാത്രമല്ല ഈ NDA കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് വലിയ പ്രതീക്ഷ കേരളത്തിൽ ഇല്ല എന്നായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. കാരണം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നത് 20 മുതൽ 25% വരെ BJP കേരളത്തിലെ ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിൽ നേടണമെന്നായിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത് 91-ലേക്ക് UDF. അതിനിടെ UDFന്റെ മാനന്തവാടിയിൽ ഉഷാ വിജയന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുന്നുണ്ട്. വൈപ്പിനിൽ UDF പിന്നിൽ എന്നുള്ള ഇത് വരുന്നു. ഷൈനി അവിടെ ഏതാണ്ട് 700-ഓളം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ആ ലീഡ് തുടരുകയാണ്. ഷൈനി ചെറിയ നേരിയ വ്യത്യാസത്തിൽ LDF സ്ഥാനാർത്ഥി വൈപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിത്രപ്പള്ളി രാജൻ പല്ലൻ 7527 ലീഡ് നില ഉയർത്തുന്നു. രാജൻ പല്ലൻ തൃശ്ശൂരിന്റെ മുൻ മേയർ. തീർച്ചയായിട്ടും മഞ്ചേശ്വരത്ത് 2452 വോട്ടുകൾക്ക് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് ലീഡ് ചെയ്യുകയാണ്. അവിടെ നേരത്തെ A സുരേന്ദ്രന്റെ ഒരു മേധാവിത്വം ഒക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയിരിക്കുന്നു. മട്ടന്നൂരിൽ 554 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലീഡ്. അനൂപ് ജേക്കബ് 17,428 വോട്ടുകൾക്ക് വലിയ ലീഡ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. UDFിലെ ഏറ്റവും വലിയ ലീഡ് ഇപ്പോൾ കാണുന്നത് അനൂപ് ജേക്കബിനാണ്. തീർച്ചയായിട്ടും അതിന് പിന്നാലെ ഉള്ളത് ലീഡ് കുറഞ്ഞിരിക്കുന്നു, 3462 കുറഞ്ഞിരിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഷൊർണൂരിൽ മമ്മിക്കുട്ടിയുടെ തുടർച്ചയായിട്ടുള്ള ലീഡ് നിലനിർത്തിയുള്ള പോക്ക് തന്നെയാണ്. ഷിബു ബേബി ജോണിന്റെ ലീഡ് 6805 ഉയർന്നിരിക്കുന്നു. 6805 ചവറയിൽ ഷിബു ബേബി ജോൺ UDFന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അവിടെ DCC അധ്യക്ഷൻ 4230. നെന്മാറയിൽ K പ്രേമൻ 1109 വോട്ടിന് മുന്നിലാണ്. അതായത് പാലക്കാട് DCC അധ്യക്ഷൻ 1109 വോട്ടിന് പിന്നിലാണ് എന്ന വാർത്തയാണ് നെന്മാറയിൽ നിന്നും വരുന്നത്. ആഘോഷം തുടങ്ങിയ നാട്ടകം സുരേഷ് വലിയ തിരിച്ചടിയായി. നാട്ടകം സുരേഷ് ജയിച്ചാൽ വലിയ തിരിച്ചടിയായിരിക്കും. കാരണം മന്ത്രി വാസവന്റെ ശബരിമല വിഷയം കത്തുന്ന സ്ഥലമാണ്. വാസവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മുന്നിൽ 652 വോട്ടുകൾക്ക് K മുരളീധരൻ മുന്നിലെത്തിയിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം K മുരളീധരൻ തുടക്കം മുതൽ കിതക്കുകയായിരുന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് 652 വോട്ടിന് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. K മുരളീധരൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നേരിയ ഭൂരിപക്ഷത്തായാൽ ആയാൽ തന്നെയും അവിടെ വിജയിക്കും എന്ന് പറഞ്ഞു. കാരണം BJP അവിടെ ഒരു ശക്തിയല്ല എന്ന് തുടക്കം മുതൽ തന്നെ എഴുതി തള്ളിയ ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അവിടെ LDF UDF തമ്മിലുള്ള മത്സരമായിരുന്നു. അവിടെ ത്രികോണ മത്സരം നടന്നിട്ടേ ഇല്ല വട്ടിയൂർക്കാവ്. 92ലേക്ക് UDF. 92ലേക്ക് UDF എത്തുമ്പോൾ 45 LDFന്റെ സീറ്റ് നില കുറയുന്നു. 5-ൽ നിന്ന് 3 NDA താഴ്ന്നു. LDFന്റെ സിറ്റിംഗ് സീറ്റിൽ UDF സ്ഥാനാർത്ഥി 4000 വോട്ടുകൾക്ക് വൻ ലീഡ്.
പി കെ കുഞ്ഞാലിക്കുട്ടി 14,162 UDF ലെ ഏറ്റവും വലിയ ലീഡ്. അവര് പ്രതീക്ഷിക്കുകയാണ്. കാരണം UDF-ന്റെ ഏറ്റവും വലിയ ലീഡ് ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം പി കെ കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കുമെന്നൊരു പ്രതീക്ഷ അവർ പറഞ്ഞിരുന്നു. ആ രീതിയിലേക്ക് കുഞ്ഞാലിക്കുട്ടി ലീഡ് വരുന്നു. വി ഡി സതീശൻ 995 വോട്ടിന് മുന്നിൽ. വോട്ടെണ്ണൽ ആരംഭിച്ച് 2 മണിക്കൂറും 20 മിനിറ്റും കഴിയുന്ന ഈ സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഒന്ന് നിങ്ങൾ തീർപ്പാക്കുക. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയനും 13 മന്ത്രിമാരും പിന്നിൽ എന്ന് നമ്മൾ പറയുന്നു. ആ കണക്ക് കൃത്യമാണോ? ഒപ്പം തന്നെ അത് ആ മന്ത്രിമാരുടെ പട്ടിക പറയുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ, വി എൻ വാസവൻ, ആർ ബിന്ദു, ഗണേഷ് കുമാർ, പി രാജീവ്, OR കേളു, വി ശിവൻകുട്ടി, വീണ ജോർജ്, അബ്ദുറഹ്മാൻ, MP രാജേഷ്, ജെ ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, പി പ്രസാദ്, ഇവരെല്ലാം പിന്നിൽ എന്നുള്ളതാണ് UDF പ്രമുഖരെല്ലാം മുന്നിലും. പി പ്രസാദ് തിരിച്ചു കയറി ചേർത്തലയിൽ തിരിച്ചു കയറി. ഈ പ്രസാദിന് മാറ്റം വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ പിന്നിലാണ് നിലവിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചേലക്കരയിൽ AKM അഷ്റഫ് ഒരു സേഫായ നിലയിലേക്ക് പോകുന്നു. 6,574 വോട്ടിന്റെ ലീഡ് മഞ്ചേശ്വരത്ത് AKM അഷ്റഫ് പിടിച്ചിരിക്കുന്നു. അതായത് കെ സുരേന്ദ്രൻ ഇത്തവണയും കാര്യമായി പ്രതീക്ഷിക്കാനില്ല എന്നൊരു ഘട്ടത്തിലേക്ക് വരികയാണ് കാര്യങ്ങൾ. പക്ഷേ തീർപ്പാക്കാനായിട്ടില്ല. പക്ഷെ അവിടെ ഒരു നിർണായകമായ നീക്കം കോൺഗ്രസ് നടത്തി. SDP സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചുകൊണ്ടൊരു നീക്കം നടത്തി. ഒരു പക്ഷേ SDP സ്ഥാനാർത്ഥിയോട് മത്സരിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറി. സമസ്തയുടെ ഇടപെടൽ, 2 സമസ്തകളുടെ ഇടപെടൽ ഏറെ നിർണായകമാണ്. അത് AKM അഷ്റഫിന് അനുകൂലമായി വന്നിട്ടുണ്ട്. കാരണം ഒരു BJP-ക്ക് ചങ്ങനാശ്ശേരിയിൽ ഇത് ജോബ് മൈക്കിൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 1998 എന്ന നിലയിലേക്ക്. അവിടെ തുടക്കം മുതൽ തന്നെ UDF ആയിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അവിടെ നിലവിലെ MLA ആണ് ജോബ് മൈക്കിൾ. ക്യാമ്പിൽ ചെറിയ തരത്തിലൊരു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അനുയായികളൊക്കെ എത്തി തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക്. തീർച്ചയായിട്ടും ഇന്നലെ ചോദിച്ചപ്പോഴും ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം താടിക്ക് കൈകൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ലീഡ് ഏകദേശം 900-ന് 1000-ന് താഴെയുള്ള വോട്ടുകൾ മാത്രമാണ് വി ഡി സതീശന്റെ ലീഡായി ഇപ്പോൾ ഉള്ളത്. ലിജുവിന്റെ ലീഡ് നില 696 കുറയുന്നു എന്നുള്ളതാണ്. അപ്പോഴും ലിജു ലീഡ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. യുവപ്രതിഭ ഇതുവരെ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കാഞ്ഞിരപ്പള്ളി കൈവിട്ടു. 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തുടർഭരണം എന്നുള്ള എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചുകൊണ്ട് UDF അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം എല്ലാവരും പിന്നിലേക്ക് പോകുന്നു. ആകെ ഇപ്പോൾ നിലവിലെ മന്ത്രിമാർ ലീഡ് നിലയിൽ തുടരുന്നത് സജി ചെറിയാനും മുഹമ്മദ് റിയാസും ബാലഗോപാലും ആണ് CPM-ൽ ഇന്ന്. തീർച്ചയായും ഇതാ UDF അവരുടെ നില 93 ഉയർത്തുന്നു. LDF 44, NDA 3. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തിരിച്ചു വന്നിരിക്കുന്നു. 129 വോട്ടുകൾക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കായംകുളത്ത് M ലിജു 2026 ലീഡ് നില ഉയർത്തുന്നു. അപ്പോഴും തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ പിന്നിലാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മലമ്പുഴയിൽ A പ്രഭാകരൻ LDF സ്ഥാനാർത്ഥി 7,653 വോട്ടുകളുമായി LDF-ന്റെ അഭിമാനം അവിടെ കാത്തു സൂക്ഷിച്ച് അവിടെ തന്നെ ഉയർന്ന ലീഡുമായി നിൽക്കുന്നു. മലമ്പുഴയിലെ UDF-ന്റെ വിസ്മയം ഫലം കണ്ടില്ല എന്നുള്ളതാണ്. 1000-ഓളം വോട്ടുകൾക്കാണ് മുന്നിൽ. സുരേഷ് ഒരു ഘട്ടത്തിൽ പോലും അവിടെ ലീഡ്. പക്ഷേ മലമ്പുഴയിൽ 3ാം സ്ഥാനത്തേക്കൊക്കെ പോയ ഒരു ചരിത്രം UDF-നുണ്ട് നേരത്തെ. തീർച്ചയായിട്ടും ഏതായാലും ഒരു വിജയം അവിടെ. ഉഷാ വിജയന്റെ ലീഡ് നില 386 കുറയുന്നു. 86 എന്ന നിലയിലേക്ക് കുറയുന്നു. ഏതായാലും ഇപ്പോൾ മാനന്തവാടിയിൽ ഉഷാ വിജയൻ 386 എന്ന നിലയിലേക്ക് താഴുമ്പോൾ ദേവികുളത്ത് F രാജ 497. UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ രാജമാർ തമ്മിലുള്ള മത്സരമാണ്. എ രാജയും F രാജയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അവിടെ ഇപ്പോൾ F രാജ 498. ദാദാപുരത്ത് പി വസന്തത്തിന്റെ ലീഡ് നില 30 വോട്ടുകൾ മാത്രമായി ചുരുങ്ങുന്നു. KM അഭിജിത്തിന് പ്രതീക്ഷിക്കാൻ. രമേശ് പിഷാരടി ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. പാലക്കാട് 1400. NDA 2ലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. പാലക്കാട്, അതായത് നേമത്തും മറ്റെവിടെയാണ് നേമത്തും ഇപ്പോൾ നേമത്തും തിരുവല്ലയിലും മാത്രമായി എനിക്ക് തോന്നുന്നു. UDF-ന്റെ ഒക്കെ ആ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അവിടെ രമേശ് പിഷാരടി ലീഡ് ഉയർത്തുന്നു. 1472 വോട്ടുകൾ എന്ന നിലയിലേക്ക്. ഇപ്പോൾ സുധാകരന്റെ ലീഡ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 1576 എന്ന നിലയിലേക്ക് G സുധാകരന്റെ ലീഡ് അമ്പലപ്പുഴയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 1576 എന്ന നിലയിൽ G സുധാകരന്റെ ലീഡ് അമ്പലപ്പുഴയിൽ കുറയുമ്പോൾ NDA-ക്ക് ഇപ്പോൾ കനത്ത നഷ്ടം. 5-ൽ നിന്ന് 2ലേക്ക് NDA താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു മണ്ഡലം ഈ 31 വോട്ടുകൾ മാത്രമാണ് തിരുവല്ലയിലുള്ള ഒരു ലീഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഈ നേമത്തെ വോട്ടിന്റെ ഒരു അപ്ഡേഷൻ ഇപ്പോഴും കൃത്യമായി വന്നിട്ടില്ല. അത് വരുമ്പോൾ ഒരു പക്ഷേ അതിലും മാറ്റത്തിലുള്ള സാധ്യത കാണുന്നുണ്ട്. ധർമ്മടത്ത് ഇപ്പോഴും പിണറായി വിജയൻ പിന്നിൽ തന്നെ തുടരുകയാണ്. തീർച്ചയായും അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് സംബന്ധിച്ച് കൊയിലാണ്ടിയിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ K പ്രവീൺ കുമാർ 2354 വോട്ടിന് ഇതാ പിണറായി
പിണറായി വിജയൻ വീണ്ടും പിന്നിലായിരിക്കുന്നു. 2812 VP അബ്ദുൾ റഷീദ് ലീഡ് നില ഉയർത്തുകയാണ്. 2812 ആയി ലീഡ് നില ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും ഇതാ പറവൂരിൽ VD സതീശനും ലീഡ് ഉയർത്തുകയാണ്. പിണറായി വിജയന്റെ ലീഡ് നില കുറയുന്ന സമയത്ത് VD സതീശൻ പറവൂരിൽ ലീഡ് ഉയർത്തുന്നു. ഇതിൽ പിണറായി വിജയൻ താഴേക്ക് പോകുന്നു എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CPM-നെ സംബന്ധിച്ചിട്ട് മറ്റെല്ലാ പരാജയങ്ങളെക്കാളും വലിയ ഒരു പരാജയം എന്നുള്ള നിലയ്ക്ക് പരാജയം സംഭവിക്കുകയാണെങ്കിൽ, കാരണം ഇനി റൗണ്ടുകൾ എണ്ണാനുണ്ട്, അതിൽ ഫലം മാറി മറിഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഇനി പിണറായി വിജയൻ ജയിച്ചാൽ തന്നെയും ജയിച്ചു എന്ന് തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ ആദ്യ 3 റൗണ്ടിൽ എന്തുകൊണ്ട് പിറകിലേക്ക് പോയി എന്നുള്ളത് പാർട്ടി ഗൗരവത്തോടു കൂടി കാണും. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. പല മുതിർന്ന നേതാക്കളും തുടർഭരണം വന്നാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും, അതുകൊണ്ട് പാർട്ടിക്ക് ഇത്തവണ അധികാരമില്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പല നേതാക്കളും മുതിർന്ന